Okay, welcome to another video lesson. We will discuss the differences between public company and private company. The public company and private company welcome back. This one public company and public company is a company which is not a private company, has minimum paid up share capital. Company another. Private company അല്ലാത്ത എല്ലാ സംഭവവും തന്നെയാണ് പബ്ലിക് കമ്പനിയാണ്. കമ്പനി സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈസിംഗ് ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റേസ് കമ്പനി ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ അത്തരം കമ്പനിയാണ് മെയിൻ ആയിട്ട് എന്ത് പറയുക, പബ്ലിക് കമ്പനി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്, എന്ത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. പബ്ലിക് കമ്പനി ഡെഫിനിഷൻ പറയുന്നത്, public company will not, the articles do not restrict the transfer of shares of the company. It imposes no restriction on the maximum number of the members on the company. രണ്ടുവട്ടം വന്നതാണ്. അഥവാ ട്രാൻസ്ഫർ ഓഫ് ഷെയർ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അതേപോലെ എത്ര എണ്ണം മാക്സിമം നമ്പേഴ്സും എന്ത് ചെയ്യുന്നില്ല, റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് it invites the general public to purchase the shares and debentures of the company. കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാം, കമ്പനിക്ക് പുറമെ നിന്ന് ആൾക്കാരെ വിളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. Then private company എന്ന് പറയുന്നത്, private company means a company having minimum paid up share capital which by its articles. ആർട്ടിക്കിൾസിൽ എന്താണോ പറയുന്നത് അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ കമ്പനി വിച്ച് ഇസ് ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 persons is known as private company and a maximum number is 200. അതാണ് ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. മിനിമം നമ്പർ 2 ആണ്, മാക്സിമം നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 200 ആണ്. പ്രൈവറ്റ് കമ്പനി മസ്റ്റ് യൂസ് ദ വേർഡ് ഓഫ് PVT. പ്രൈവറ്റിന്റെ ഷോർട്ട് ഫോം എന്ത് ചെയ്യണം, അവരുടെ കമ്പനിയുടെ ലാസ്റ്റ് എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. Then private company, Indian Companies Act, a private company is that the company with articles of association limit the number of its members to 50, exclude the employees who are the members, ex-employees who were and continue to be the members, restrict the transfer of shares and prohibit any invitation to the public to subscribe for any number of shares and debentures of the company. 1956 പ്രകാരം ഇത് 50 ആയിരുന്നു. Then 2013 പ്രകാരം അത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. 50 എന്നുള്ളത് എത്രയായി മാറിയിട്ടുണ്ട്, 200 ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. 200 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. Then what are the differences? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത്. മിനിമം നമ്പർ എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 7 ആണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് 2. ഓക്കെ, മിനിമം എന്ന് പറയുന്നത് മിനിമം 7ഉം മാക്സിമം 2ഉമാണ്. മിനിമം 7 ആണ് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. മിനിമം പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം എന്ന് പറയുന്നത് 2 പേരാണ്. മാക്സിമം എന്ന് പറയുന്നതിൽ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 200-ൽ കൂടാൻ പറ്റില്ല. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് എങ്കിലും ഏതിൽ വേണം, പബ്ലിക് കമ്പനിക്ക് വേണം. പ്രൈവറ്റ് കമ്പനിക്ക് എത്ര മതി, 2 എണ്ണം മതി. റെസ്ട്രിക്ഷൻ ഓൺ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഇനി എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഡയറക്ടേഴ്സ് മസ്റ്റ് ഫയൽ വിത്ത് ദ രജിസ്റ്റർ കൺസെന്റ് ടു ആക്ട് ആസ് എ ഡയറക്ടേഴ്സ്, സൈൻ അണ്ടർടേക്കൻ ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ആൻഡ് ഷെയർസ്. അവ നമ്മൾ ഡയറക്ടേഴ്സ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ രജിസ്ട്രാറുടെ മുമ്പിൽ അവരെന്ത് ചെയ്യണം, അവരുടെ രജിസ്റ്റർ കൺസെന്റ് എന്ത് ചെയ്യുന്നിരിക്കണം, വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഏതിനില്ല, പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റെസ്ട്രിക്ഷൻ ഓൺ ഇൻവിറ്റേഷൻ ഓഫ് സബ്സ്ക്രൈബ് ഫോർ ഷെയർസ്, പബ്ലിക്കിന് സിമ്പിൾ ആയിട്ട് ഏത് ഷെയർ വാങ്ങിക്കാൻ പറ്റും, പബ്ലിക് കമ്പനിക്ക് ഇൻവൈറ്റ് ചെയ്യാം, തന്റെ ഷെയറോ ഡിബഞ്ചറോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ
അതിന് പ്രൊഹിബിറ്റ് ഉണ്ട്. ഏതാ? ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നതിന് എതിരാണെന്നുള്ളതാണ്. നെയിം ഓഫ് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കണം. മറ്റവർക്ക് ലിമിറ്റഡ് എന്ന് എഴുതിയാൽ മാത്രം മതി. LTD എന്ന് എഴുതിയാൽ മതി. ഇതിന് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം LTD എന്ന് എഴുതിയാൽ മതി. പക്ഷെ മറ്റൊരു സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ PVT എന്നോ എന്ത് ചെയ്തിരിക്കണം? അതിനുശേഷം എഴുതിയിരിക്കണം. Then next one, പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ആണ് അടുത്തെന്ന് പറയുന്നത്. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ, a public private company cannot invite the public to purchase the shares or debentures. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചുകൊണ്ടല്ല പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്തതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് അവരെ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിന് പ്രൈവറ്റ് കമ്പനിക്ക് എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക് കമ്പനിക്ക് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായിട്ടും എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം? പ്രോസ്പെക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു എന്താണ് അവരുടെ ഡീറ്റെയിൽസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അപ്പോൾ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ എത്ര, കമ്പനി അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു, കമ്പനി എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റല്, കമ്പനിക്ക് എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, ടോട്ടൽ ഷെയർ ക്യാപിറ്റല് തുടങ്ങിയ A to Z ഡീറ്റെയിൽസും ഏതിലുണ്ടായിരിക്കും? പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഏത് ഇഷ്യൂ ചെയ്തിരിക്കണം? പ്പെട്ട പ്രോസ്പെക്ടസ് ചെയ്തിരിക്കണം. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനെന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനിയുടെ ഷെയർ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ദെൻ അടുത്ത സ്പെഷ്യൽ പ്രിവിലേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും പറ്റും. പക്ഷെ ഒരു പബ്ലിക് സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യില്ല? ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ജനറൽ ബോഡി മീറ്റിംഗ് വേണം. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും അവിടെ എന്ത് ചെയ്യണം? വെക്കണം. ആ ഷെയർ ഹോൾഡേഴ്സിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് തീരുമാനം എടുത്ത് പോവാൻ പറ്റുകയുള്ളൂ. ദെൻ കോറം തികയുക എന്ന് പറയുന്നത് മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആണ് കോറം എന്ന് പറയുന്നത്. കോറം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് മീറ്റിംഗ്. ആ മീറ്റിംഗ് കൂടുമ്പോ എത്ര മിനിമം നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ്. ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഡു നോട്ട് പ്രൊവൈഡ് വെരി ലാർജർ കോറം, 5 members personally present in the case of public company and 2 in the case of private company. 5 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മീറ്റിംഗ് തുടങ്ങാൻ പറ്റും. അത് മീറ്റിംഗിന്റെ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്തുണ്ട്? പഠിക്കാനുണ്ട്. അത് 1000 ആണെങ്കിൽ എത്ര, 2000 ആണെങ്കിൽ എത്ര, 3000 ആണെങ്കിൽ എത്ര പേർ, അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1000-ന് ചോടയാണ് ആൾക്കാർ എങ്കിലാണ് 5 പേരെന്ന് പറയുന്നത്. 1000-ന് മുകളിലാണ് ആൾക്കാരെങ്കിൽ അത് 10 പേരായി മാറുന്നു, 15 പേരായിട്ട് മാറുന്നു. ആ രീതിയിൽ മീറ്റിംഗിന്റെ സമയത്ത് നമുക്ക് എന്തുണ്ട്? വ്യക്തമായി പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പോ കോറം എന്ന് പറയുന്നത് മിനിമം 5 പേര് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. എന്താണ്? പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2 പേരും ഉണ്ടായിരിക്കണം. അതേപോലെ മാനേജീരിയൽ റെമ്യൂണറേഷൻ ആരാണ് കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ ടോട്ടൽ മാനേജീരിയൽ റെമ്യൂണറേഷൻ പബ്ലിക് കമ്പനി കനോട്ട് എക്സീഡ് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. 11% മൊത്തം മാനേജ്മെന്റിനുള്ള സാലറി എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ 11% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, അടുത്തൊരു കാര്യമാണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ബിസിനസ് എങ്ങനെ തുടങ്ങാൻ പറ്റും? ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം there are 3 stages only for forming a company or commencement of a company.
First one, promotion, then incorporation, then we can commence the business. പക്ഷെ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് എന്ത് വേണം? ആദ്യം പ്രൊമോഷൻ വേണം, ഇൻകോർപ്പറേഷൻ വേണം, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ വേണം, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് 4 സ്റ്റേജസ് ഉണ്ട്. ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 സ്റ്റേജ് കഴിഞ്ഞാലേ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിലേക്ക് കടക്കാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഓക്കെ, ഇത്രയുമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രിവിലേജസ് എന്ന് പറയുന്നത്? 2 members ഓൺലി വിത്ത് 2 members. 2 പേരുണ്ടായാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. It came commons allotment of shares even before the minimum subscription subscribed for or paid. It is required either issue prospectus to the public. Publicന് prospectus issue ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അതേപോലെ restriction imposed the public company regarding further issue of capital do not apply in the private company. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ ഇനിയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഷെയർ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഓൾട്ടറേഷനും വരുത്തണ്ട, നേരെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഷെയർ വാറണ്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. It need not keep any index of the മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്. കാരണം അവരുടെ മെയിൻ 5 പേര് അല്ലെങ്കിൽ 2 പേര് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് തന്നെ ആയിരിക്കും. കമ്പനി ഫോം ചെയ്തതും റൺ ചെയ്യുന്നതും അവർ തന്നെ ആവുമ്പോ പിന്നെ അവർക്ക് അതിന്റെ ആവശ്യമില്ല. A director is not required to file consent to act such as with the register. രജിസ്ട്രാറിന്റെ മുമ്പിൽ ഞാൻ ഇതിന്റെ ഡയറക്ടർ ആവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കാര്യവും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യം ഇല്ല. അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രൊവിഷൻ സെക്ഷൻ 284 regarding the removal of directors by the company in general meeting shall not be applied to a life director appointed by a private company. അഥവാ ഒരു റിമൂവൽ, ഒരു ഡയറക്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഡയറക്ടേഴ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത്. ആ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ മീറ്റിംഗ് ഒന്നും കൂടേണ്ട ആവശ്യം ആർക്കില്ല? ഈ പറയപ്പെട്ട വ്യക്തിക്കില്ല. അതേപോലെ തന്നെയാണ് ഇറ്റ് നീഡ് നോട്ട് ഹാവ് മോർ ദാൻ 2 directors. 2 ഡയറക്ടേഴ്സിൽ കൂടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. ഇനി എന്താണ് 1 person കമ്പനി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection 62 of 1 person company means a company which has only 1 person as a member. ഒരാൾ മാത്രം ഫോം ചെയ്തിട്ടുള്ള, ഒരാൾ മാത്രം മെമ്പർ ആയിട്ടുള്ള കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ? 1 person company എന്ന് പറയുന്നത്. ആസ് പെർ സെക്ഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട്, എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി യൂസ്ഫുൾ പർപ്പസ് ബൈ 1 person. ഒരാൾക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനി ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. OPC എന്ന ആ കമ്പനിയുടെ ലാസ്റ്റ് എഴുതിയിരിക്കണം 1 person കമ്പനിയുടെ ഷോർട്ട് ആണ് എന്ന് പറയുന്നത് OPC എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. 1 person company need not hold annual general meeting. ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് is 1. Then there need not appointing any independent directors. Independent director ആയിട്ട് ആരും അപ്പോയിന്റ് ആവശ്യമില്ല. Then retirement of directors by rotation is not applicable. റൊട്ടേഷൻ വൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഡയറക്ടർ എന്ന് പറയാം. അഥവാ ഒരാളെ ഉണ്ടാവുള്ളൂ, അയാൾ മാറിയാൽ വേറൊരാൾ എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 4 കാര്യങ്ങൾ. ഒന്ന് ബാലൻസ് ഷീറ്റ്, then profit and loss account, then changes in working capital, then statement of changes in working and statement of cash flow statement,
ഈ 4 എണ്ണത്തിൽ ഏത് മാത്രം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. Then what are the restrictions of one person company? എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ട് നടക്കാൻ പറ്റില്ല. എ മൈനർ കനോട്ട് ബി ബിക്കം എ മെമ്പർ ഓഫ് വൺ പേഴ്സൺ കമ്പനി. ഒരു വൺ പേഴ്സൺ കമ്പനിയുടെ മൈനർക്ക് മെമ്പർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. Then one person company can be converted into private company or public company only after 2 years from the date of incorporation. ആ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രൈവറ്റ് കമ്പനിന്നോ പബ്ലിക് കമ്പനിയോ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ആൻഡ് ഇഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് വൺ പേഴ്സൺ കമ്പനി എക്സീഡ് 15 lakh rupees or its annual turnover during in the 3 consecutive financial year exceed 2 crores of rupees is converted within the period of 6 months. So ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതെന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.